മനുഷ്യമാംസം കടിച്ചു കീറാൻ അവരെത്തും. നാവിൽ ചോരയൊലിപ്പിച്ച് മനുഷ്യമാംസം വെട്ടിനുറുക്കാനായി ആയുധമായി മനുഷ്യരൂപേണ ഭൂമിയിൽ അവതരിച്ച ഇരുകാലികൾ. മൊബാംഗിയെ നരഭോജികളുടെ നാടെന്ന് തന്നെ പറയാം. മധ്യ ആഫ്രിക്കയിൽ ഉൾപ്പെടുന്ന കോങ്കോ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് മൊബാംഗി. ഇവിടെ സുന്ദരമായ ഒരു നദിയുണ്ട്. ഏകദേശം 600 മൈലുകൾ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മൊബാംഗി നദി. എന്നാൽ ഇതിൻ്റെ ഇരുവശത്തുമുള്ള കാടുകളിൽ മനുഷ്യമാംസം ദാഹിച്ചു കഴിയുന്ന നരഭോജികളുണ്ട്. തക്കം കിട്ടുമ്പോൾ അവർ നദിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്നവരെ തങ്ങളുടെ ഭക്ഷണമാക്കി കളയും. മനുഷ്യമാംസം ഇവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. കോങ്കോയിൽ മൊബാംഗി ട്രൈബ്സ് ഇപ്പോഴുമുണ്ട്. ഇവർക്കായി മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ വരെ ഉണ്ടായിരുന്നത്രേ. ആനക്കൊമ്പ് പോലെയുള്ള വിപണിയിൽ വിലയുള്ള സാധനങ്ങൾ ഈ ഗോത്രവർഗക്കാരിൽ നിന്ന് വാങ്ങി പകരം മനുഷ്യരെ കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു. പരിഷ്കൃതത്വം തൊട്ടു തീണ്ടാത്ത ഇരുണ്ട ആഫ്രിക്കയുടെ അന്തരാളങ്ങളിൽ പാർക്കുന്ന ഗോത്രവർഗങ്ങളിൽ പലതും നരഭോജികളാണ്. ഇവരെ തിരിച്ചറിയാൻ എളുപ്പമാണ്. അവരുടെ മുൻവിരയിലെ 2 പല്ലുകൾ രാഗി കൂർപ്പിച്ചിരിക്കും. ഒരു കഥ കൂടി പറയാം. ടാൻസാനിയയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു. ഇറച്ചിക്കൊതി മൂത്ത അവളുടെ ഒരു കൂട്ടുകാരി രഹസ്യമായി അവളെ വിളിച്ച് മൃതദേഹത്തിന്റെ ഒരു കൈ മുറിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ ഒരിക്കൽ കടം മടക്കി തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വെള്ളക്കാർ ആഫ്രിക്ക ഭരിക്കുന്ന കാലം. നരമാംസത്തിനു വേണ്ടി മനുഷ്യരെ കൊല്ലുന്നവരെ ഭരണകൂടം പരസ്യമായി തൂക്കിക്കൊന്നു. നാട്ടുകാരെ അത് ഓർമ്മിപ്പിക്കാൻ ഗ്രാമ അതിർത്തിയിൽ ഒരു തൂക്കുമരവും നാട്ടിയിരുന്നു. ഒരു ദിവസം ആ വിധവയ്ക്ക് ഇറച്ചി കഴിക്കാനായി കൊതി തോന്നി. നേരെ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് കടം തിരിച്ചു ചോദിച്ചു. അവൾ എവിടെന്ന് കൊടുക്കാനാണ്? വെള്ളക്കാർ വന്നതോടെ മനുഷ്യ ഇറച്ചി കിട്ടാതായി. വിധവ പിടിവാശിയും തുടങ്ങി. കടക്കാരി പിന്നൊന്നും നോക്കിയില്ല. തൻ്റെ 15 വയസ്സുള്ള മകളെ കൂട്ടി കാടിനുള്ളിലേക്ക് പോയി. അവിടെ വെച്ച് മകളെ കൊലപ്പെടുത്തി ഒരു കൈ മുറിച്ചു നൽകി. ബാക്കി അവളും തിന്നു തീർത്തു. കോടതിയിൽ വിസ്തരിക്കപ്പെടുമ്പോൾ അവൾ പറഞ്ഞത് ഇത്രമാത്രം: ഞാൻ എൻ്റെ കടം വീട്ടി. മകൾ എൻ്റെ സ്വന്തം സ്വത്താണ്. അതിനവകാശി ഞാൻ തന്നെ.